ലോകത്തിൽ നമ്മൾ സക്സസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയാം, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ എല്ലാവരും പറയും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ആരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചില്ല. ആരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. റിജക്ഷൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കണം. നിരാശകളെ നമ്മൾ അതിജീവിക്കാൻ പഠിക്കണം. നിങ്ങളെ ആളുകൾ ഒഴിവാക്കുമ്പോൾ, നിങ്ങളെ ആളുകൾ പരിഹസിക്കുമ്പോൾ, നിങ്ങളെ കളിയാക്കുമ്പോൾ, നിങ്ങളോട് മാറിപ്പോവാൻ വേണ്ടി പറയുമ്പോൾ, നിങ്ങളുടെ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ, ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു 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 മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. അല്ലെങ്കിൽ അതിന് നമ്മൾ തയ്യാറാവണം. കാരണം ഇത്തരത്തിലുള്ള ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ചിറകുകൾക്ക് കൂടുതൽ കരുത്തുണ്ടാവുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൂടുതൽ ഷാർപ്പാവുന്നത്, നിങ്ങളുടെ മനസ്സിന് കൂടുതൽ വിശ്വാസം ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത്, അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. പല ആളുകളുടെയും ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയോ? ബിസിനസ്സിൽ ശ്രദ്ധിച്ചു കേൾക്കുക എല്ലാവരും. ഞാൻ ഈ പറഞ്ഞ നിരാശയും ഫ്രസ്ട്രേഷനും വിഷമവും ഒഴിവാക്കലുകളും ബുദ്ധിമുട്ടലുകളും ഇതൊക്കെ ആളുകൾ മനഃപൂർവ്വം ഒഴിവാക്കും. കാരണം ഇത് ഫേസ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്യും? അളിയനോട് ബിസിനസ് പ്ലാൻ പറയും, പെങ്ങളോട് പറയും, അപ്പുറത്തെ വീട്ടിലെ 4 ആൾക്കാരോട് പറയും. കാരണം വളരെ സേഫ് ആയിട്ട് പോകണം, വളരെ സേഫ് ആയിട്ട് പോകണം. കാരണം മറ്റുള്ളത് നമുക്ക് ഭയങ്കര പേടിയാണ്. നമുക്ക് ഫ്രസ്ട്രേഷൻസ്, നിരാശ, അല്ലെ? നമ്മൾ അറിയുന്ന ആളുകൾ, നമുക്ക് വളരെ നല്ലരെന്ന് തോന്നുന്ന നല്ല പ്രോസ്പെക്റ്റുകൾ ഈ ബിസിനസ്സിൽ വന്നാൽ ഒരുപക്ഷെ മുതൽക്കൂട്ടാവുമെന്ന് തോന്നുന്ന ആളുകൾ, ഇവരോടൊന്നും നമ്മൾ ബിസിനസ് സംസാരിക്കില്ല. കാരണം അവരെങ്ങാനും നോ പറഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തില്ലല്ലോ ദൈവമേ. അവരെങ്ങാനും റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരില്ലേ? അവരെങ്ങാനും നമ്മളോട് ഇനി വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖത്ത് എങ്ങനെ നോക്കും നമ്മൾ? ഇത്തരത്തിലുള്ള റിജക്ഷൻസ്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും നമ്മൾ നേരിടാൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മൾ ഇന്നും വളരെ കംഫർട്ട് സോണിലാണ് നമ്മൾ ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണ്ടാരോ പറഞ്ഞത്, നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്താണെന്ന് പറഞ്ഞത്. വെറുതെ കുറെ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടോ, വെറുതെ കുറെ ഡ്രീം ഉണ്ടായത് കൊണ്ടോ ഒന്നും നമ്മൾ ബിസിനസ്സിൽ വിജയിക്കാൻ പോകുന്നില്ല. ബിസിനസ്സിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ഈ ഹാർഡ് വർക്കിനൊപ്പം, ഡ്രീമിനൊപ്പം, ഞാൻ ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻസും റിജക്ഷൻസും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കാരണം അത് ഫേസ് ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചിറകുകൾക്ക് കരുത്തുണ്ടാവുന്നത്, നമ്മുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാവുന്നത്, നമ്മുടെ ചിന്തകൾക്ക് ശക്തി ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത്. നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ, ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആളുകളെ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. ആദ്യ ശ്രമത്തിൽ സമ്പന്നരായവരെ എനിക്ക് കാണിച്ചു തരൂ. ഒരു വിഭാഗം ആളുകളുണ്ട്, അവരാണ് ലോട്ടറി ടിക്കറ്റ് വിന്നേഴ്സ്. ലോട്ടറി എടുത്ത് വിജയിച്ച ആളുകളുണ്ട്, ആദ്യ ശ്രമത്തിൽ വിജയിച്ചവരാണ്. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്താണ്? മണി നോട്ട് മേക്ക് യു റിച്ച്, ദ പ്രോസസ് മേക്ക് യു റിച്ച്. ദർ ഈസ് നോ പ്രോസസ്. ലോട്ടറിയിൽ ഒരു പ്രോസസ് ഇല്ലാത്തത് കൊണ്ട് ലോട്ടറി അടിച്ച് കോടീശ്വരന്മാരായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ആ കാശ് വന്നതുപോലെ തന്നെ പോകുന്നതാണ് പിന്നെ നിങ്ങൾ കാണുന്നത്. ദർ ഈസ് നോ പ്രോസസ്. ഈ പറയുന്ന ഫ്രസ്ട്രേഷനും, ഈ പറയുന്ന ഒഴിവാക്കലും, റിജക്ഷൻസും, കളിയാക്കലും, പരിഹാസവുമാണ് ഈ പ്രോസസ് എന്ന് പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ പ്രോസസ്സിനെ നമ്മൾ അതിജീവിക്കണം. നമ്മൾ പ്രോസസ്സിനെ നമ്മൾ ഫേസ് ചെയ്യണം. ആ പ്രോസസ്സിനെ ഫേസ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ആക്ച്വൽ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ആദ്യത്തെ 2, 3, 4 വർഷത്തെ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വി ഹാവ് ഫേസ്ഡ് എ ലോട്ട്. We have faced a lot of struggles. We have faced a lot of rejections. ഒരുപാട് റിജക്ഷൻസും സ്ട്രഗിൾസും ഫ്രസ്ട്രേഷൻസും നിരാശയും. ദൈവമേ, ഇത് എന്താവും? വിട്ടുകൊടുക്കണോ? ഇത് നിർത്തണോ? ഇത് ശരിയാകുമോ? ആളുകൾ പിന്നെയും നമ്മളോട് ചോദിക്കുന്നു, ഇത് ശരിയാകുമോ? 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 എനിക്ക് ഇൻകം ലഭിക്കുമോ? എനിക്ക് വരുമാനം കിട്ടുമോ? ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുക? എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ആ സംഘർഷങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ചപ്പോഴാണ് ഇന്നീ കാണുന്ന ജിഷാദ് ബക്കർ ഉണ്ടായത്. ആ മാനസിക സംഘർഷങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിയായ രീതിയിൽ ഒരു വിന്നറായിട്ട് നമ്മൾ മാറുന്നത്. പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. എസ്കേപ്പ് ഫ്രം ഓൾ ദ റെസ്ട്രിക്ഷൻസ്, എസ്കേപ്പ് ഫ്രം ഓൾ ദ സ്ട്രഗിൾസ്, എസ്കേപ്പ് ഫ്രം ഓൾ ദ റിജക്ഷൻസ്. അതുകൊണ്ട് ഇന്ന് മൊബൈൽ കോണ്ടാക്ട്സിലെ ഭദ്രമാക്കി വെച്ചിരിക്കുന്ന കുറെ കോണ്ടാക്റ്റുകൾ ഉണ്ട്. തൊട്ടില്ല അവരൊന്നും വിളിക്കാൻ പോലുള്ള ധൈര്യമില്ല. കാരണം വിളിച്ചാൽ അവർ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്ത് അതോടുകൂടി നിങ്ങളുടെ ഗ്യാസ് തീരും. നിങ്ങൾ ഏത് ടൈറ്റിലാണെങ്കിലും ശരി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിങ്ങളുടെ ടീമിൽ നിങ്ങളെക്കാൾ വലിയ സ്വപ്നം കാണുന്ന ആളുകൾ ഇന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ടീമിൽ നിങ്ങളെക്കാൾ വലിയ സ്വപ്നം കാണുന്ന ആളുകളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. എന്റെ പ്രശ്നം അതല്ല. എന്റെ പ്രശ്നം, ഞാൻ കാണുന്ന സ്വപ്നങ്ങളെക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകളെ തേടി പിടിക്കാൻ ഞാൻ തയ്യാറായി. അതുകൊണ്ട് എന്റെ ചിറകുകൾക്ക് ഭയങ്കര കരുത്തുണ്ട്. എന്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ട്. പല ആളുകളും എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന സമയത്ത് പറയും, ജിഷാദ് സാറിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത അസ്വസ്ഥനായി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെയുള്ളവർ വന്നാൽ മതി, അല്ലാത്തവർ വരരുത്. കാരണം ലോകത്തിൽ ഏറ്റവും അമൂല്യമായ, അത്രയധികം വേഗതയിൽ വളരുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്.
അതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർ മാത്രമേ ഇവിടെ വിജയിക്കാൻ, അല്ലാത്തവർ വിജയിക്കില്ല. സോ ഡിയർ ഫ്രണ്ട്സ്, സക്സസിന്റെ ഡെഫിനേഷൻ നിങ്ങൾ മാറ്റണം. ഹാർഡ് വർക്കും ഡ്രീം വർക്കും സ്മാർട്ട് വർക്കും കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ഗോളും ഡ്രീമും മാത്രം പോരാ. അതിനൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കുറപ്പ് നമുക്ക് ഉണ്ടാവണം. ഇതും കൂടെ ചേരുമ്പോഴാണ് സക്സസ് ഉണ്ടാവുന്നത്. നിങ്ങൾ നോക്കൂ, നാരായണമൂർത്തി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ബാങ്കുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഒരു ലോണിന് വേണ്ടിയിട്ട്. അതായത് ബാങ്ക് മാനേജേഴ്സ് മുഴുവൻ അദ്ദേഹത്തിന് റിജക്ട് ചെയ്തു. അവസാനം ഭാര്യയുടെ സ്വർണം പണയം വെച്ച് അദ്ദേഹം കിച്ചണിലാണ് അദ്ദേഹത്തിന്റെ കമ്പനി തുടങ്ങുന്നത്. ആ കമ്പനിയാണ് ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി. നിങ്ങൾ നോക്കൂ, അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിൽ നിന്ന് മാത്രമാണോ ഉണ്ടാവുന്നത്? സക്സസ് ഹാർഡ് വർക്കിൽ നിന്നാണോ ഉണ്ടാവുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ എഡിസന്റെയും അതുപോലെ കാർണൽ സാൻഡേഴ്സിന്റെയും ഒക്കെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്രയോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. They have faced so many rejections. അവർ ഒരുപാട് റിജക്ഷൻസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇത് 4 പേര് നിരന്ന് നിന്ന് നമ്മളോട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഫിലമെന്റ് കൊഴിയുന്ന ആളുകളാണ് ബിസിനസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു വിരോധാഭാസമാണ്. 4 പേര് നിരന്ന് നിന്ന് ഇതൊന്നും നടക്കില്ലടാ, ഇതൊക്കെ പഴയ കമ്പനിയല്ലേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ സോപ്പും പേസ്റ്റും വിൽക്കുന്ന പരിപാടിയല്ലേ എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഗ്യാസ് തീർന്നു. പക്ഷെ മനസ്സിലാക്കുന്നില്ല, ഇതേ കമ്പനിയിലാണ് ആളുകൾ ഇന്ന് BMW പോർഷയും പർച്ചേസ് ചെയ്യുന്നത്. ഇതേ പ്ലാനിലാണ് അത് നടക്കുന്നത്. ഇതേ പ്ലാനിലാണ് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇതേ പ്ലാനിലാണ്, ഇതേ പ്രൊഡക്റ്റിലാണ്, ഇതേ കമ്പനിയിലാണ്. അപ്പൊ എവിടെയാണ് വ്യത്യാസം? ആറ്റിറ്റ്യൂഡിലാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ആറ്റിറ്റ്യൂഡിലാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഞാനപ്പോ നിങ്ങളോട് പറഞ്ഞു വന്നത്, ചുരുക്കത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ റിജക്ഷൻസും ഈ ഫ്രസ്ട്രേഷൻസും ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് മോദി കയറി ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു മാസം ഒരു 20,000 30,000 മേടിക്കാം. അതല്ല, നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ, നിങ്ങൾ അതിനെ നേരിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഒരു 0 കൂടെ കൂടും. അതൊരു 2 ലക്ഷമോ 3 ലക്ഷമോ ആവും. ഒന്നുകൂടെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനപ്പുറത്ത് വീണ്ടും 1-2 0 കൂടും. മേ ബി അതൊരു 25 ലക്ഷമോ 30 ലക്ഷമോ ആവും. ഫോർമുല ഈസ് വെരി സിമ്പിൾ. We should face all these rejections. നമ്മൾ ഈ പറയുന്ന റിജക്ഷൻസും നല്ല നല്ല ആളുകളെ കാണാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. അല്ലാതെ നമുക്കറിയാവുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോസ്പെക്ടിങ്ങും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മീറ്റിംഗ്സും നടത്തി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പോഴും എനിക്കറിയാം, ഈ 100 PV ചെയ്ത് എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മൊബൈൽ കോൺടാക്ട്സിൽ ഇപ്പോഴും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ല നിങ്ങൾ. ബിക്കോസ് യു ഹാവ് സം ഫിയർ. നിങ്ങളുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇവരോട് എങ്ങനെ പറയും? ഇവരോട് ഞാൻ എങ്ങനെ സംസാരിക്കും? ഇവനോട് ഞാൻ എങ്ങനെ ഈ ബിസിനസ് അവതരിപ്പിക്കും? അവനെങ്ങാനും നോ പറഞ്ഞാൽ തീർന്നില്ലേ? അവനെങ്ങാനും നോ പറഞ്ഞു, അവനെങ്ങാനും എന്നെ റിജക്ട് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ മനസ്സിലാക്കുന്നില്ല സക്സസിന്റെ ഡെഫിനേഷൻ. സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ റിജക്ഷൻസ് ഫേസ് ചെയ്തുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയത്. ഏതൊരു ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തു പോയിക്കോളൂ. ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന എനി ബ്രാൻഡ് നിങ്ങൾ എടുത്തു പോയിക്കോളൂ. അവർ മുഴുവൻ സക്സസ്ഫുൾ ആയത് അവർ റിജക്ഷൻസ് അവർ ഫേസ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ്. അവർ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ്. അവർ ഫ്രസ്ട്രേഷൻസ് ഫേസ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ്. അവർ നിരാശയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരുടെ വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. മാനസിക സംഘർഷങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു പോളിഷ് യുവർ സെൽഫ്, മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് നിങ്ങളെ സ്വയം പോളിഷ് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.